ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ വീട്ടിലൊക്കെ വൈഫൈ ഇപ്പോൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്ന നാട്ടിലൊക്കെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് വൈഫൈ. വൈഫൈ എങ്ങനെ നമുക്ക് മൊബൈൽ ഉപയോഗിച്ചും ലാപ്ടോപ്പ് പോലെ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഒരു കാര്യം എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. എന്നാൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് വൈഫൈ എങ്ങനെ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് HTC അഥവാ സൗദി ടെലികോം കമ്പനിയുടെ ഒരു മോഡമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഏതാണെങ്കിലും പ്രശ്നമില്ല, കാരണം എല്ലാം സെയിം ആണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അപ്പോൾ ഓരോന്ന് ഞാൻ ഇത് കാണിക്കണമെങ്കിൽ ഇത് കാണിക്കും. പിന്നീട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഏത് മോഡം വേണമെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ നമുക്ക് ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാമെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിനുമുമ്പായി നിങ്ങളോട് പറയാനുള്ളത്, ഇത് 12 വോൾട്ടിന്റെ ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോ DSL അഥവാ DSL എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ടെലിഫോൺ ഇപ്പൊ സിഗ്നല് കണക്ഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, പിന്നെ ഇപ്പോ വെറുതെ ഒരു കോൺഫിഗറേഷൻ കാണിച്ചിരിക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത് കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ PC-ലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ബാക്ക് ലാൻ കണക്ടർ ഉണ്ട്. അപ്പൊ ലാൻ കണക്ടർ ഉപയോഗിച്ചിട്ട് കാറ്റ്സിന്റെ കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ ഒക്കെ കോൺഫിഗറേഷൻ ചെയ്യാം. അതുപോലെ തന്നെ വൈഫൈ ഉപയോഗിച്ചിട്ടും കോൺഫിഗറേഷൻ ചെയ്യാം. പക്ഷെ അത് അത്രക്കങ്ങ് ചിലപ്പോ ചില മോഡങ്ങൾ കണക്ട് ചെയ്യും, ചില മോഡങ്ങൾ ചിലപ്പോൾ കണക്ട് ചെയ്യില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്ക് ഭാഗത്തായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം മൊബൈൽ ആയതുകൊണ്ടാണ്. ഇതിന്റെ ബാക്ക് ഭാഗത്ത് രണ്ട് ടെലിഫോണിന്റെ. അപ്പൊ ഇതിന്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു USB പോർട്ട് ഉണ്ട്. ഈ USB പോർട്ട് എന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടായ നെറ്റ് സെക്ടറുകളൊക്കെ നാട്ടിലുണ്ട്. നെറ്റ് സെക്ടർ സിം ഇട്ട് കൊടുത്താണ്ട് USB പോലെ നമുക്ക് USB പ്ലഗിൽ കുത്തി കൊടുത്താൽ നെറ്റായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ അതുപോലത്തെ ഒരു നെറ്റ് സെക്ടർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ബാക്ക് ഭാഗത്ത് കുത്തി കൊടുത്താൽ എക്സ്ചേഞ്ചിൽ നിന്നുള്ള ലൈൻ കണക്ഷൻ കട്ടായാലും ആ USB എന്നുള്ള നെറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ ചില കമ്പനികളിലൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ നെറ്റ് ഉപയോഗം യൂസിങ്ങിലാണെങ്കിൽ അപ്പൊ അതിന്റെ ഉപയോഗം ഒരു നെറ്റ് കട്ടായി കഴിഞ്ഞാലും ആ USB നിന്ന് നെറ്റ് എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂസിങ് കട്ടായി പോവില്ല. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് USB പോർട്ട് ഒക്കെ ഉള്ളത്. അതുപോലെ ലോഡ് ബാലൻസർ എന്നുള്ള സംഗതി. ലോഡ് ബാലൻസർ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ കണക്ഷനുകൾ ഉണ്ടാവും. ഇതിപ്പോ സൗദി അറേബ്യയിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു HTC-യുടെ ഉണ്ടാവും, ഒരു മൊബൈലിയുടെ കണക്ഷൻ ഉണ്ടാവും, ഒരു ITC-യുടെ കണക്ഷൻ ഉണ്ടാവും, ഒരു സെയിലിന്റെ കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ 4 കണക്ഷൻ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ ലോഡ് ബാലൻസർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് 4 കണക്റ്റുകൾ 4 CO ലൈനുകൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ കോൺഫിഗറേഷൻ ചെയ്യും. ഇതല്ല, അതിന്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ. കുറച്ച് കഴിഞ്ഞ് നെറ്റ്വർക്കിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോ അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണ്? അപ്പൊ 4 കണക്റ്റും 4 CO ലൈനുകളും കോൺഫിഗറേഷൻ ചെയ്തതിനു ശേഷം ആളുകൾക്ക് അപ്പോ ഹാങ് ആവില്ല, എത്ര ഉപയോഗിച്ചാലും ഹാങ് ആവില്ല. അപ്പൊ അതിൽ നിന്ന് കണക്ഷൻ പോവുക, ഒന്ന് ഒരു സൈഡിലോട്ട് പോകും, ഒന്ന് നേരെ പോകും, ഒന്നിങ്ങനെ പോകും, ഒന്നിങ്ങനെ. അപ്പൊ 4 ലൈനുകളും അത് പങ്കിട്ടുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും നെറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ 4 CO ലൈനുകളും 4 CO ലൈനുകളും 24 മണിക്കൂർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ്, ഒരു CO ലൈൻ കട്ടായാലും നമുക്ക് മറ്റേ CO ലൈനിൽ നിന്ന് നമുക്ക് കണക്ഷൻ ലഭിച്ചിട്ട് നമ്മുടെ വർക്ക് കട്ടാവില്ല. അതാണ് ഇതിന് ഉപകാരം, ലോഡ് ബാലൻസർ. അതുപോലെ ചെറിയൊരു ലോഡ് ബാലൻസർ ആണിത് ഈ മോഡൽ. USB കുത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരു CO ലൈനെ കൊടുക്കാനുള്ളത്. അപ്പൊ ആ ഒരു CO ലൈൻ കട്ടായി കഴിഞ്ഞാലും ആ USB-യിൽ നിന്ന് ഇത് കണക്ട് ചെയ്തിട്ട് ഇത് ഇവിടെ നമുക്ക് നമ്മുടെ യൂസിങ് കട്ടാവാതെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു ചെറിയൊരു മിനി മോഡം കൂടിയാണിത്. മിനി ഗേറ്റ് വേ കൂടിയാണിത്. അപ്പൊ ആ ഗേറ്റ് വേ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മളൊരു നെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോ
ആ നെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ IP അഡ്രസ് കൊടുക്കും, സബ്നെറ്റ് മാസ്ക് കൊടുക്കും, അതിനുശേഷം ഗേറ്റ് വേ ചോദിക്കും. ഗേറ്റ് വേ എന്ന് ചോദിച്ചാൽ ഏത് വഴിയാണ് നെറ്റ് വരുന്നതാണ് ഗേറ്റ് വേ. അപ്പൊ ആ ഗേറ്റ് വേ ഇതാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഗേറ്റ് വേ. ഇനി വലിയൊരു നെറ്റ്വർക്കിന്റെ അഥവാ ഡാറ്റാ സെന്ററുകൾ ഒരു നെറ്റ്വർക്കിന്റെ ഒരു ശൃംഖലയിലാണെങ്കിൽ ഗേറ്റ് വേ ഒന്നെങ്കിൽ ഫയർവാള് അല്ലെങ്കിൽ റൗട്ടറുകൾ. റൗട്ടർ എന്ന് പറഞ്ഞാൽ സിസ്കോന്റെ റൗട്ടർ ഉണ്ട്, നോക്കിയന്റെ റൗട്ടർ ഉണ്ട്, പിന്നെ മോട്ടോറോളയുടെ റൗട്ടറുകളുണ്ട്, അങ്ങനെ ഒരുപാട് റൗട്ടറുകളുണ്ട്. അപ്പൊ അതൊന്നല്ലാതെ ഇപ്പൊ കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിസ്കോയുടെ റൗട്ടറാണ്. അപ്പൊ ആ റൗട്ടർ എന്താണ്, റൗട്ടറിന്റെ ഉപകാരം എന്താണ്, റൗട്ടർ എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാന്നൊക്കെ വരും വീഡിയോകളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ അപ്പൊ ഇതെങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇങ്ങനെ ഈ മോഡം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഓരോ സിഒ ലൈനും ഒരു നെറ്റ് സെക്ടർ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു കണക്ഷൻ, അങ്ങനെ രണ്ട് റേഞ്ചായിട്ട് രണ്ട് നെറ്റ്വർക്കായിട്ട് നമുക്ക് ഈ ഒരു മോഡത്തിന്, ഇതൊരു മിനി മോഡമാണ്, ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ലോഡ് ബാലൻസർ എന്ന് പറഞ്ഞ് ലോഡ് ബാലൻസർ റൗട്ടർ ഇപ്പോൾ ലോഡ് ബാലൻസർ ആയിട്ട് വരും. ലോഡ് ബാലൻസർ റൗട്ടറുകളാണ്. റൗട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടി അത് വലിയൊരു സംഗതിയാണ്. വലിയ മെഷീൻ ഒന്നുമില്ലെങ്കിലും വലിയ ചെറിയ സിസ്റ്റം ആണെങ്കിലും അതിൽ ഒരുപാട് ഫീച്ചേഴ്സുകളാണ്. ഒരുപാട് ഫീച്ചേഴ്സുകളാണ് അതിലുള്ളത്. അപ്പോ അതിനെ നമുക്ക് ലോഡ് ബാലൻസർ ആയിട്ട് എങ്ങനെ ചെയ്യാം, നേരത്തെ ഞാൻ പറഞ്ഞു സൗദിയിലെ ഒരു സെയിന് മൊബൈൽ HTC അങ്ങനെ ഒരുപാട് സിഒ ലൈനുകളുണ്ട്. അപ്പൊ അതിന് നമുക്ക് നാട്ടിലാണെങ്കിൽ ഒരു BSNL കണക്ഷൻ ഉണ്ടാവും, ഐഡിയയുടെ ഉണ്ടാവും, റിലയൻസ് ഉണ്ടാവും, എയർടെൽ ഉണ്ടാവും, വോഡാഫോൺ ഉണ്ടാവും. ഇങ്ങനെ എല്ലാ കമ്പനിയിൽ നിന്നും ഓരോ സിഒ ലൈനുകൾ വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാം, അപ്പൊ ആ സിഒ ലൈനുകളെല്ലാം നമുക്ക് ഒരൊറ്റ കണക്ഷൻ ആക്കണം, ഒരൊറ്റ ഗേറ്റ് വേ ആക്കണം. അതിനെന്താ ചെയ്യേണ്ടത്, അത് നമ്മൾ ലോഡ് ബാലൻസറിലേക്ക് അഥവാ റൗട്ടറിലേക്ക് കണക്ഷൻ കൊടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്തിട്ട് അത് ഒറ്റ റേഞ്ച് ആവും. അപ്പോൾ ഉദാഹരണത്തിന് 192.168.1.1 ഒരു BSNL ആണെങ്കിൽ ഇപ്പോൾ ഐഡിയക്ക് 2.1, മറ്റേത് 3.1, അങ്ങനെയാണെങ്കിൽ പല റേഞ്ചുകളാണ്. ഈ പല റേഞ്ചുകളെ നമുക്ക് ഒരൊറ്റ റേഞ്ചാക്കി കൊണ്ടുവരണം. അഥവാ 10.1 എന്നുള്ള റേഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അപ്പൊ നമുക്ക് ലോഡ് ബാലൻസിൽ കോൺഫിഗറേഷൻ ചെയ്തതിനു ശേഷം അത് ഒറ്റ റേഞ്ച് ആക്കണം. ആ ഒറ്റ റേഞ്ച് ആക്കിയതിൽ അതിന്റെ ഒരു ഉപകാരം എന്താണ്, നമ്മളൊരു ബാങ്ക് ആണെങ്കിൽ ബാങ്ക് കമ്പനികൾ ഒരുപാട് ബാങ്കിലൊക്കെ 24 മണിക്കൂർ നെറ്റ് വേണം, കട്ടാവാൻ പാടില്ല. കാരണം ഈ ATMകളിലൊക്കെ ക്യാഷ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് നമ്മളിപ്പോ നെറ്റ് കട്ടായി കഴിഞ്ഞാൽ ക്യാഷ് എടുക്കുന്ന സമയത്ത് ക്യാഷ് പിന്നെ കിട്ടൂല, നെറ്റ് കട്ടായി കഴിഞ്ഞാൽ. അപ്പൊ ഈ നെറ്റ് കട്ടായി ഒരു സിഒ ലൈൻ കട്ടായാലും മറ്റൊരു സിഒ ലൈൻ വഴി നമുക്ക് നെറ്റ് വേണം. അങ്ങനെ ആകുമ്പോൾ എന്താണ്, അതിന് തടസ്സം വരില്ല, നെറ്റ്വർക്ക് ഉപയോഗത്തിന് തടസ്സം വരില്ല. അപ്പൊ ഈ ഒരു ലോഡ് ബാലൻസ് ഉപയോഗിച്ച് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യണം. അപ്പൊ അത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് വരും വീഡിയോകളിലൊക്കെ, അത് കുറച്ച് കഴിഞ്ഞ ശേഷമാണ്. കാരണം നെറ്റ്വർക്കിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ലോഡ് ബാലൻസർ എന്താണ്, എങ്ങനെയാണ് ഒരു റൗട്ടറിനെ ഗേറ്റ് വേ ആക്കുക, അതൊക്കെ നെറ്റ്വർക്കിന്റെ നെറ്റ്വർക്കിൽ കൂടെ ഞാൻ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ സ്കിപ്പ് ചെയ്യാതെ വീഡിയോസുകൾ കാണുക. ഓക്കെ. പിന്നെ ഫയർവാൾ എന്താണ് ഫയർവാൾ, ഒരു കമ്പ്യൂട്ടറിൽ ഫയർവാൾ ഉണ്ടാവും, എന്താണ് കൂടുതൽ ആളുകൾക്ക് അറിയാം. പക്ഷെ ഫയർവാൾ അതല്ല, യഥാർത്ഥത്തിൽ ഫയർവാൾ അതല്ല. ഒറിജിനൽ ഫയർവാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, ഫീച്ചേഴ്സുകളാണ്. അപ്പൊ ഫയർവാൾ എന്താണ് റിയൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫയർവാളിൽ എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം, റൗട്ടറിൽ എങ്ങനെ ചെയ്യും, സ്വിച്ചിൽ എങ്ങനെ ചെയ്യും എന്നൊക്കെ. ഫയർവാൾ കാരണം നമുക്ക് ഇപ്പൊ ബാങ്കിലൊക്കെ ഫയർവാളുകളൊക്കെ നിർബന്ധമാണ്. നിർബന്ധം കാരണം ക്യാഷ് ഇടപാടുകളാണ്. അപ്പോൾ ആളുകൾ ഹാക്ക് ചെയ്യും. അപ്പൊ ഹാക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ഹാക്ക് ചെയ്യാൻ കഴിയാതെ ഇരിക്കണം, ഹാക്കിങ് തടയണം. അപ്പൊ അതിന് ഫയർവാൾ ഉപയോഗിക്കണം. ഇപ്പൊ സിസ്കോന്റെ ഫയർവാൾ ഉപയോഗിക്കുന്നത് ഞാനിപ്പോ ഉപയോഗിച്ചു വരുന്നത് ഫോർട്ടിനെറ്റ് ആണ്. ഫോർട്ടിനെറ്റ് എന്ന് പറയും. അത് ഭയങ്കരമായിട്ട് ഇപ്പൊ കോസ്റ്റ്ലി ആണെങ്കിലും ഭയങ്കരമായിട്ട് നല്ലൊരു ഫയർവാൾ ആണെന്നുള്ളതാണ് ആളുകളൊക്കെ പറയുന്നത്. നമ്മൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ മനസ്സിലായതൊക്കെ നല്ലൊരു സെക്യൂരിറ്റിയാണ്. അപ്പൊ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഫയർവാളുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ബാങ്കിലായാലും കമ്പനികളിലൊക്കെ ഒരുപാട് ഡോക്യുമെന്റ്സുകൾ ഉണ്ടാവും. ബാങ്കിൽ ക്യാഷ് ഇടപാടുകളാണ്. അങ്ങനെ ആ ഫയർവാളിനെയും ഹാക്ക് ചെയ്തിട്ടാണ് ഹാക്കർമാർ ക്യാഷ് അടിച്ചു മാറ്റുന്നത്. അപ്പോ ഒരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിനൊരു പഴുതുണ്ട് എന്നുള്ളതാണ്. ഒരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിനൊരു വഴിയുണ്ട്. അതിലെ ഉള്ളവരുടെ എങ്ങനെയെങ്കിലും കയറാം. അതാണ് ഫേസ്ബുക്കിലായാലും ഈ ഗൂഗിളായാലും വാട്സപ്പ് ആയാലും എങ്ങനെയായാലും അവർ ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവാക്കുന്നത് സെക്യൂരിറ്റിക്കാണ്. സെക്യൂരിറ്റി
നമുക്കൊരു സെക്യൂരിറ്റി, നമുക്കൊരു ഫയൽ കാണിച്ചു കൊടുത്താൽ നമുക്ക് അവർ കാശ് തരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വരും വീഡിയോകളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ചാനൽ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അറിയാത്ത ആളുകൾക്ക്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്ത ആളുകൾക്ക് ആ ഷെയർ ബട്ടൺ അമർത്തി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കരുത്, ഒരിക്കലും മറന്നു പോകരുത്. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണക്ഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു DSL അഥവാ കമ്പനിയുടെ ടെലിഫോൺ കമ്പനി എക്സ്ചേഞ്ചിൽ നിന്ന് വരുന്ന ലൈൻ കണക്ഷൻ കൊടുക്കാനുള്ളത്. പിന്നെ 4 എതർനെറ്റ് പോർട്ടുകളാണുള്ളത്. പിന്നെ ഒരു USB പോർട്ട് എന്തിനാണെന്നുള്ള ഞാൻ പിന്നെ പറഞ്ഞു തരാം. പിന്നെ അതുപോലെ തന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു പോർട്ട്, ഒരു 12 വോൾട്ട് കൊടുക്കാനുള്ള കണക്ഷൻ. അതുപോലെ തന്നെ USB കണക്ട് ചെയ്ത് പറഞ്ഞാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് കണക്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. ലോഡായി വരാൻ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ്. ലോഡായിക്കോട്ടെ. അപ്പൊ USB കണക്ടർ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലെ നെറ്റ് സെക്ടർ എന്ന് പറയും. സിം ഉപയോഗിച്ചിട്ട് ചെറിയൊരു USB പോലത്തെ ഒരു ഫ്ലാഷ്. അപ്പൊ അത് ബാക്ക് കുത്തി കൊടുത്താൽ ഇത് മോഡമായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇതൊരു മോഡമായിട്ട് വർക്ക് ചെയ്യും. അഥവാ ടെലിഫോണിന്റെ കമ്പനി ഇല്ലെങ്കിലും ഇത് നമ്മൾ ആ നെറ്റ് സെക്ടർ കുത്തി കൊടുത്താൽ അഥവാ പിൻ ചെയ്താൽ ഇത് വർക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ കമ്പ്യൂട്ടറിന്റെ പ്രോപ്പർട്ടീസിൽ പോവുക. ഓപ്പൺ നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് സെറ്റിംഗ്സ് എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ എതർനെറ്റ് എന്നുള്ള പോർട്ട് കാണുന്നുണ്ടല്ലോ, എതർനെറ്റ് ചേഞ്ച് അഡാപ്റ്റേഴ്സ് ഓപ്ഷൻസ്. ഓക്കെ, അതിൽ പോവുക. നമ്മുടെ എതർനെറ്റ് ഏതാണ്? ഞാൻ ഇവിടെ എതർനെറ്റ് കാർഡുകൾ കുറെ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് മെയിൻ ചെയ്യേണ്ടത്. നമ്മുടെ എതർനെറ്റ് കാർഡ് 2 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത്, മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് പ്രോപ്പർട്ടീസ് പോയതിനു ശേഷം ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, അതായത് IP വെർഷൻ 4, IP വെർഷൻ 6 ഒക്കെ നമുക്ക് IP വെർഷൻ 4 ആണ് വേണ്ടത്. ഓക്കെ, TCP ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ് എടുത്ത് അതിനുശേഷം ഇവിടെ ഇവിടെ IP ഞാൻ ചെയ്തിട്ടുണ്ട് 192.168 1.20. പിന്നെ സബ്നെറ്റ് മാസ്ക്, ഇതാണ് ഞാൻ പറഞ്ഞ ഡിഫോൾട്ട് ഗേറ്റ് വേ ഏതാണെന്നുള്ളത് നമ്മളിവിടെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഗേറ്റ് വേ ഇവിടെ ഇപ്പം നമുക്ക് ആവശ്യമില്ല, ഗേറ്റ് വേ നമ്മൾ ചേഞ്ച് ആക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗേറ്റ് വേന്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സബ്നെറ്റ് മാസ്കും IP അഡ്രസ്സും മാത്രം കൊടുത്തിട്ടുള്ളൂ. ശേഷം ഇവിടെ ഞാൻ ഓക്കെ ക്ലോസ് ചെയ്ത് മിനിമൈസ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഗൂഗിൾ ക്രോം എടുത്തു. ഓക്കെ, ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം ഇവിടെ ഞാൻ അതിന്റെ IP അഡ്രസ് അടിക്കും. ഓക്കെ, അതിന്റെ IP അഡ്രസ് അടിക്കട്ടെ. 1 മിനിറ്റ്. 192.168.1.1 ആണ് ഇതിന്റെ ഡീഫോൾട്ട് IP അഡ്രസ്. ഓക്കെ, ഞാൻ ലോഗിൻ ചെയ്തു. ഇവിടെ അപ്പോൾ യൂസർ നെയിം പാസ്വേഡും ചോദിക്കും. അപ്പോൾ അഡ്മിൻ എന്നുള്ളതാണ്. ഓക്കെ, അഡ്മിൻ ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. അഡ്മിൻ ഞാൻ ഓക്കെ കൊടുത്തു. ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഓപ്പൺ ആയിട്ട് വന്ന്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ നിങ്ങളുടെ DSL കണക്ഷൻ റെഡി അല്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റെഡ് കളറിലായിട്ട് കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കണക്ഷൻ റെഡി അല്ല എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്, കണക്ഷൻ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ IP അഡ്രസ് അല്ല, നമുക്ക് വേണ്ടത് എന്താണ്? യൂസർ നെയിം പാസ്വേഡ് ചേഞ്ച് ആക്കുന്നുള്ളത്. അപ്പോൾ ബേസിക് സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം ഇന്റർനെറ്റ് കണക്ഷൻ അതൊന്നും വേണ്ട, വയർലെസ് മാനേജ്മെന്റ്. ഓക്കെ, വയർലെസ് മാനേജ്മെന്റ് എടുത്തതിന് ശേഷം ഇവിടെ കോൺഫിഗറേഷൻ എന്നുള്ളതാണ്. അതിനിതാ ഹോം ബ്രോഡ്ബാൻഡ് എന്നുള്ളത് ഇതിന്റെ നെയിം മനസ്സിലായി. നെയിം ഇതാണ്, ഹോം ബ്രോഡ്ബാൻഡ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചേഞ്ച് ആക്കണേ, ഇവിടെ ചേഞ്ച് ആക്കി കൊടുക്കുക. പിന്നെ ചാനൽ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ വേണ്ടത്? ഓട്ടോമാറ്റിക് അതൊന്നും ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, കാണിച്ചു തരുന്നുള്ളൂ. പിന്നെ സെക്യൂരിറ്റി ഇവിടെ ഡിസേബിൾഡ് ആണ് കാണിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഡിസേബിളിന് പകരം ഇവിടെ ഇത് കൊടുത്താൽ നമുക്ക് എന്താണ് വേണ്ടത്? 6464 ബിറ്റ് ഉണ്ട്, പിന്നെ 128 ബിറ്റ് ഉണ്ട്. ഏതും നമുക്ക് ചെയ്യാം, അതിനനുസരിച്ച് നമ്മൾ ചെയ്യണമെന്നുള്ളൂ. അപ്പൊ ഇത് ഞാൻ കൊടുത്തത്. അപ്പൊ ഇവിടെ പാസ്വേഡ്, ഇത് ഡീഫോൾട്ട് ആയിട്ട് പാസ്വേഡ് നമുക്കിവിടെ പാസ്വേഡ് ചേഞ്ച് ആക്കണം. ഇവിടെ പാസ്വേഡ് ചേഞ്ച് ആക്കിയിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ പാസ്വേഡിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഏത് പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പം മനസ്സിലായി.
പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇത് ഒക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡിവൈസ് മാനേജ്മെന്റ് എന്താണ്, ഇന്റർനെറ്റ് കണക്ഷൻ എന്താണ്, പിന്നെ അഡ്വാൻസ്ഡിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് റിമോട്ട് അസിസ്റ്റന്റ്, ടെലിഫോൺ സർവീസ്, ഇതിന് ടെലിഫോൺ കണക്ഷൻ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഗെയിം ആൻഡ് ആപ്ലിക്കേഷൻ ഷെയറിംഗ് ഉണ്ട്. പിന്നെ ഫയർവാൾ ഉണ്ട്. ഇതൊരു മിനി ഫയർവാളാണ്. ഫയർവാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗേറ്റ്, ഇതിന് സംരക്ഷിക്കുന്ന ഒരു സംഗതിയാണ് ഫയർവാൾ അഥവാ ഫയറിന്റെ ഗേറ്റ്, ഫയറിന്റെ ഒരു മതിൽ എന്നുള്ളത് പറയാം. നമുക്ക് ഒരു ഫയർവാൾ, ആ ഫയർവാൾ എന്നല്ല, ചെറിയ ഇതൊന്നുമല്ല. ഫയർവാൾ വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. ഫയർവാളിനെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഡൈനാമിക് DNS കണക്ഷൻ ഷെയറിങ് എന്ന് പറഞ്ഞാൽ നമ്മളത് തന്നെയാണ്. USB കണക്ഷൻ കൊടുത്തതിന് ശേഷം അഡ്രസ് ബുക്ക് ഉണ്ട്, STP സെർവർ ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ചെറിയൊരു ക്ലാസ് മാത്രം നിങ്ങൾക്ക് എങ്ങനെ IP അഡ്രസ് അല്ല, എങ്ങനെ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ചേഞ്ച് ആക്കുക. അതാണല്ലോ ഇപ്പൊ വലിയൊരു കാര്യമായിട്ട് ഉള്ളത്. ചില ആളുകളൊക്കെ പാസ്വേഡ് കുറെ ആളുകൾക്ക് ഷെയർ ചെയ്യും, പിന്നെ അത് തിരിച്ചെടുക്കണമെങ്കിൽ അറിയൂല. അപ്പൊ പിന്നെ ടെലിഫോണിന്റെ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും ചേഞ്ച് ആക്കാനൊക്കെ. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ നൂലാമാലകൾക്ക്. അപ്പൊ ആ ആളുകൾക്ക് ഇതിൽ നിന്നൊരു കര കയറാൻ വേണ്ടി ചെറിയൊരു ടിപ്സായിട്ട് കൂട്ടിയാൽ മതി. ബാക്കി കാര്യങ്ങൾ ഒരുപാട് ഇനി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല, ഞാൻ വിശദീകരിച്ച് തരാം അടുത്ത വീഡിയോ ചെറുതാക്കിയുള്ള വീഡിയോ ലെങ്ത് കൂടി വരും. അപ്പോൾ ഇന്നത്തെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു മോഡം കോൺഫിഗറേഷൻ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു മൊബൈൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു മോഡം കോൺഫിഗറേഷൻ ചെയ്യാം. ഇത് ഒരു 50-60% നമുക്ക് സക്സസ് ആവുള്ളൂ. ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ സക്സസ് ആവില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ചില കണക്ഷനുകൾ, ചില മോഡങ്ങൾ കണക്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വൈഫൈ എടുക്കുന്നതിന് ശേഷം വൈഫൈ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രോഡ്ബാൻഡ് എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ഇത് കണക്ട് ചെയ്യും. ഞാൻ നേരത്തെ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വൈഫൈ ഇല്ലെങ്കിലും നെറ്റ് ഇല്ലെങ്കിലും വൈഫൈ കണക്റ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ പോവാം. അപ്പോൾ നമുക്ക് അതിൻ്റെ IP ഡീഫാൾട്ട് എത്രയാണ്? 192.168.1.1. ഓക്കെ, അത് സെർച്ച് ചെയ്യാം. ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്മിൻ എന്നുള്ളതിന് യൂസർ നെയിം പാസ്വേഡ് അഡ്മിൻ ഓക്കെ ഞാൻ കൊടുത്തു. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്കെന്താണ് പാസ്വേഡ് മാറ്റാൻ മാത്രമല്ല ബേസിക്കിൽ പോയതിന് ശേഷം വയർലെസ് മാനേജ്മെൻറ്റ് ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ പോയി കഴിഞ്ഞാൽ നേരത്തെ അതേ ലാപ്പിൽ വന്നതുപോലെ തന്നെ ഇവിടെ ഹോം ബ്രോഡ്ബാൻഡ് എന്നുള്ളതും, പിന്നെ നമുക്ക് ഇവിടെ പാസ്വേഡ് മാറ്റാനുണ്ട്. പാസ്വേഡ് മാറ്റി ചേഞ്ച് ആക്കി കൊടുക്കണം. ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ വന്നു. ഓക്കെ, ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടാണ്, വളരെ സിമ്പിൾ. എല്ലാ മോഡങ്ങളും ഇതുപോലെ തന്നെ, ഏകദേശം ഇതുപോലെ തന്നെ. അപ്പോൾ ഓരോ മോഡങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.